الحمد لله الحمد لله الذي خلق الإنسان علمه البيان. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا. من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا بين يدي الساعة. من يطع الله ورسوله فقد رشد ومن يعصهما فإنه لا يضر إلا نفسه ولا يضر الله شيئا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وترى الشمس إذا طلعت تزاور عن كهفهم ذات اليمين وإذا غربت تقرضهم ذات الشمال وهم في فجوة منه. ذلك من آيات الله. من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا. أيها الناس اتقوا الله. അള്ളാഹുവിൻ്റെ വിധികളെയും വിലക്കുകളെയും ശരിയായ സൂക്ഷ്മതയോടെ തികഞ്ഞ അർപ്പണബോധത്തോടെ ജാഗ്രതയോടെ ജീവിതത്തിൽ പുലർത്തണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും നന്മയിൽ നയിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ തെറ്റുകളും പുറത്തു തന്ന് അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ എല്ലാവരെയും ഒരുമിപ്പിക്കുമാറാകട്ടെ. മാസിഡോണിയൻ ചക്രവർത്തിയായ അലക്സാണ്ടർ, അദ്ദേഹത്തെക്കുറിച്ചുള്ള ധാരാളം കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ പറയാൻ പോകുന്ന കഥയും ഒരുപക്ഷെ ഇവിടെ നിന്ന് തന്നെ കേട്ടിട്ടുണ്ടാവാം. അതിലത്ര വലിയ കാര്യമൊന്നുമില്ല. ഓരോന്നും ആവർത്തിക്കുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എന്തായാലും അലക്സാണ്ടറുടെ കാലത്ത് മാസഡോണിയയിൽ ജീവിച്ചിരുന്ന ഒരു വലിയ ഫിലോസഫറാണ് ഡയോജനീസ്. ഡയോജനീസ് ജനിച്ചത് അനത്തോളിയയിലാണ്. സിനോപ്പിലെ ഡയോജനീസ് എന്നാണ് പറയാ. സിനോപ്പ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ തുർക്കിയിലാണ്. പക്ഷെ അദ്ദേഹം ജീവിച്ചത് മുഴുവൻ മാസഡോണിയയിലാണ്. അപ്പൊ മാസഡോണിയൻ ചക്രവർത്തിയായ അലക്സാണ്ടർ ഒരിക്കൽ ഡയോജനീസിനെ കാണാൻ വന്നൊരു സന്ദർഭമാണ്. ആ സമയത്ത് ഇദ്ദേഹം ഈ സിനിസിസം എന്ന് പറയും, അദ്ദേഹത്തിന്റെ ഫിലോസഫി മിനിമലിസത്തിന്റെ അങ്ങേത്തലയാണ്. മിനിമലിസത്തിന്റെ അങ്ങേത്തലയായതുകൊണ്ട് തന്നെ ഒന്നും സ്വന്തമാക്കി വെക്കാത്ത ആളുകളാണ്. അപ്പൊ അദ്ദേഹം താമസിക്കുന്നത് ഒരു വലിയ വീപ്പക്കകത്താണ്. അതിൽ സംതൃപ്തനായിരിക്കുന്നിടത്തോളം വേറെ വീടൊന്നും ഉണ്ടാക്കി മെനക്കെടേണ്ടതില്ല എന്നുള്ളതാണ് സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ തത്വശാസ്ത്രം. അതുപോലെ ഒരു പുതപ്പ്, ഒരു പാത്രം, ഇത്രയുമാണ് അദ്ദേഹത്തിന്റെ സ്ഥാപന ജംഗമ സ്വത്തുക്കൾ. അലക്സാണ്ടർ ഈ വീപ്പയുടെ വാതുക്കൽ വന്ന് നിന്നിട്ട്, വലിയൊരു ഗുഹ പോലെ വലിയൊരു വീപ്പ, അതിന്റെ വാതുക്കൽ വന്ന് നിന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വലിയ സംഭാഷണമാണ്, ഇതൊക്കെ ചിലപ്പോൾ കഥയായിരിക്കാം. ഞാനാണ് മഹാനായ അലക്സാണ്ടർ എന്ന് പറഞ്ഞപ്പോൾ ഡയോജനീസിന്റെ പ്രതികരണം, ഞാൻ ഡയോജനീസ് എന്നൊരു പുഴുവാണ് എന്നായിരുന്നു. എന്തായാലും നമ്മളിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ചക്രവർത്തിയുടെ അല്ലെങ്കിൽ ഒരു രാജാവിന്റെ എല്ലാ ഹാവഭാവങ്ങളോടും കൂടി അലക്സാണ്ടർ അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ അങ്ങക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരേണ്ടതുണ്ടോ? ആ സമയത്ത് ഡയോജനീസ് പറഞ്ഞൊരു മറുപടി ഒരു വലിയൊരു ചൊല്ലായിട്ട് മാറി, ഒരു ഭാഷാ പ്രയോഗമായിട്ട്. സ്റ്റാൻഡ് എ ലിറ്റിൽ ലെസ് ബിറ്റ്വീൻ മീ ആൻഡ് ദ സൺ. താങ്കൾ എനിക്കും സൂര്യനും ഇടയിൽ ഒരു മറയായിട്ട് നിൽക്കുന്നുണ്ട്, ഒരു ലേശം ഒന്ന് മാറി എന്നാ തിരക്കേണ്ട. ഞാൻ എന്തെങ്കിലും ചെയ്തു തരേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു രാജാവിനോട് നമ്മളെന്താ പറയാ? ഇങ്ങനെ വല്ലതുമൊക്കെ ആവശ്യപ്പെടുന്നതാണ്
രാജാവ് കരുതിയിരുന്നത്. പക്ഷെ ഇദ്ദേഹത്തിനൊരു കാര്യം മാത്രമേ പറയേണ്ടായിരുന്നത്, സൂര്യനും എനിക്കും ഇടയിൽ താങ്കൾ ഒരു തടസ്സം സൃഷ്ടിക്കുന്നു, അതുകൊണ്ട് ലേശമൊന്നും മാറി നിന്നാ തിരക്കേടില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് പറയുമ്പോൾ നാളെ ഓഗസ്റ്റ് 15 നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ആണ്. സ്വാതന്ത്ര്യം നമ്മൾ ആഘോഷിക്കാൻ പോവാണ്. യഥാർത്ഥത്തിൽ എന്താണ് സ്വാതന്ത്ര്യം? ഒരു മനുഷ്യൻ ഒറ്റക്കാവുന്നതല്ല സ്വാതന്ത്ര്യം, താൻ ഒറ്റക്കല്ല എന്ന് തിരിച്ചറിയുന്നതാണ് സ്വാതന്ത്ര്യം. ആധുനിക കാലത്ത് ഇൻഡിവിജ്വൽ ലിബറലിസത്തിന്റെ ഒരു തത്വശാസ്ത്രം അനുസരിച്ച് ഓരോ മനുഷ്യനും ഒറ്റക്കാവുന്നതാണ് സ്വാതന്ത്ര്യം. അയാളെ നയിക്കാനോ നിയന്ത്രിക്കാനോ വേറെ ആരും ഉണ്ടാവരുത്. വേറൊരു തത്വവും അയാൾക്ക് മുമ്പിൽ പ്രതിബന്ധമുണ്ടാക്കണം. ചെറിയൊരു കാര്യമുണ്ടെങ്കിൽ തന്നെ റിലേഷൻഷിപ്പിനെ ടോക്സിക് എന്ന് വിശേഷിപ്പിച്ചെടുക്കും. ടോക്സിക് റിലേഷൻഷിപ്പ് ഉണ്ട് കേട്ടോ. ടോക്സിക് ഹസ്ബൻഡ് ഉണ്ട്, ടോക്സിക് വൈഫും ഉണ്ട്. ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പൊക്കെ ഉണ്ട് യഥാർത്ഥത്തിൽ, അതില്ല എന്നല്ല പറയുന്നത്. ഒരുപക്ഷെ അതിനോടുള്ള പ്രതിഷേധം കാരണമായിരിക്കാം വളരെ ചെറിയ എന്തെങ്കിലും ഒരു ഉപദേശങ്ങളെ പോലും ടോക്സിക് എന്ന് വിശേഷിപ്പിച്ചളി. അപ്പോഴങ്ങനെ ഓരോരുത്തരും ഓരോന്നായി മാറുന്ന ഒരവസ്ഥയാണ് സ്വാതന്ത്ര്യം എന്നത് ഒരു വലിയ തെറ്റിദ്ധാരണയാണ്. ഒറ്റക്കല്ല താൻ. ഒറ്റക്കല്ല എന്ന് പറയുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ടെന്തോ കിട്ടുന്നത് പോലെ ഇവിടുന്ന് അങ്ങോട്ടും ചിലതൊക്കെ കൊടുക്കേണ്ടതുണ്ട്. ആ ഒരു വിചാരമാണ് യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം എന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഇതിന് ജീവലോകത്ത് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. നമ്മൾ ഈ സാധാരണ സിംബയോസിസിനെ പറ്റി പഠിക്കാറുണ്ടല്ലോ ജീവശാസ്ത്രത്തിൽ. സിംബയോസിസ് എന്ന് പറഞ്ഞാൽ ജൈവികമായിട്ടുള്ള പരസ്പര സഹവർത്തിത്വമാണ്. അത് കേവലം സഹവർത്തിത്വം മാത്രമാണ്. ഈ ഓക്ക് മരത്തെ കുറിച്ച്, ഓക്ക് എന്ന് പറഞ്ഞാൽ ഒറ്റക്കായിട്ട് ഓക്ക് മരങ്ങൾ ഉണ്ടാവില്ല, അത് കാടായിട്ടേ ഉണ്ടാവുള്ളൂ. ഒറ്റക്കുണ്ടായാൽ തന്നെ അത് പെട്ടെന്ന് നശിച്ചു പോകും. സാധാരണഗതിയിൽ വലിയ ആയുർദൈർഘ്യമുള്ള 500 വർഷമൊക്കെ ജീവിച്ചിരിക്കുന്ന സാധനമാണ് ഈ ഓക്ക്. ചിലതൊക്കെ 1000 വർഷം വരെയൊക്കെ ജീവിച്ചിരുന്നതായിട്ട് കണക്കുണ്ട്. അപ്പോഴങ്ങനെയുള്ള ഓക്ക് കൂട്ടമായിട്ടാണ് ഉണ്ടാവുക. ഇതിന്റെ വേരുകൾ തമ്മിൽ പരസ്പരം അകത്തു നിന്ന്, നമ്മൾ പ്രത്യക്ഷത്തിൽ മണ്ണിന്റെ മേലെ കാണുമ്പോൾ ഇതൊക്കെ ഒറ്റക്കൊറ്റക്കാണ്. എന്നാൽ ഇതൊക്കെ വേരുകൾ കൊണ്ട് പരസ്പരം ബന്ധപ്പെടുന്നുണ്ട്. അതിന് ബന്ധപ്പെടാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഫംഗസ് ഉണ്ട്. ആ ഫംഗസ് ഈ വേരുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും ആദാനപ്രദാനങ്ങളൊക്കെ എളുപ്പമാക്കി കൊടുക്കും, സാധ്യമാക്കി കൊടുക്കും. പകരം ഓക്ക് ഫംഗസിന് ഭക്ഷണം കൊടുക്കും. ഇതൊരു സിംബയോസിസ് ആണ്. യഥാർത്ഥത്തിൽ സിംബയോട്ടിക് റിലേഷൻ, സിംബയോട്ടിക് യൂണിയൻ എന്നല്ല, ഇത്തരം ബന്ധങ്ങളെ നമ്മൾ മെറ്റബോളിക് റിലേഷൻ എന്ന് വേണം വിളിക്കാൻ. കാരണം എന്തെന്നാൽ ഈ സോഷ്യൽ മെറ്റബോളിസം എന്ന് പറഞ്ഞിട്ട് കാൾ മാർക്സിന്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അദ്ദേഹം പറയുന്നത് മാനുഷിക ബന്ധങ്ങളെയും മനുഷ്യന് പ്രകൃതിയോടുള്ള ബന്ധത്തെയും തകർക്കുന്ന, മുതലാളിത്തം സൃഷ്ടിക്കുന്ന ഒരു വിടവിനെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് മെറ്റബോളിക് റിഫ്റ്റ് എന്നാണ്. മെറ്റബോളിക് റിഫ്റ്റ്. അപ്പൊ സ്വാഭാവികമായും മെറ്റബോളിസം എന്ന് പറയുമ്പോൾ കുറെ കൂടി ആഴത്തിലുള്ളതാണ്. ഒന്നില്ലാതെ മറ്റൊന്നിനെ നിലനിൽക്കാനാവില്ല. ഈ ഫംഗസും പരസ്പരം ഓക്കുമരങ്ങളും ഒക്കെ പ്രദാനം ചെയ്യുന്നത് കേവല ചില സൗകര്യങ്ങൾ മാത്രമല്ല, മറിച്ച് ജീവൻ തന്നെയാണ്. ഒരു ഓക്ക് മറ്റൊന്നിന് ജീവൻ പ്രദാനം ചെയ്യും. അഥവാ കൂട്ടത്തിലൊരു ഓക്കിന് രോഗം കാരണമോ മറ്റോ പോഷകം കൂടുതൽ കിട്ടിയിട്ടില്ലെങ്കിൽ മറ്റു ഓക്കുകളിൽ നിന്ന് അത് ഇങ്ങോട്ടേക്ക് എത്തും. അതിനാവശ്യമായ വെള്ളവും ധാതുക്കളും ഒക്കെ ഇങ്ങോട്ടേക്ക് എത്തും എന്നുള്ളതാണ്. ഇങ്ങനെയുള്ളൊരു പാരസ്പര്യത്തെ പടച്ചതമ്പുരാൻ പ്രകൃതിയിൽ തന്നെ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്തിനാണ്? ഒന്നിനെ കൂടാതെ മറ്റൊന്നിന് നിലനിൽപ്പില്ല. ഈ തിരിച്ചറിവാണ് യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം എന്നത് ഒരു ആമുഖമായിട്ട് മാത്രം പറയുന്നതാണ്. അതിനപ്പുറം ഒരു അൾട്ടിമേറ്റ് ഫ്രീഡം എന്ന് പറയുന്നത് പൊളിറ്റിക്കലായിട്ട് നമ്മൾ പറഞ്ഞാൽ ഫ്രീഡം ഫ്രം ഫോൾസ് അൾട്ടിമേറ്റ് പവേഴ്സ്. നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം അതായതുകൊണ്ട് അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ചാണ് പറയുന്നത്. വ്യാജമായിട്ടുള്ള ആത്യന്തിക അധികാരങ്ങളിൽ നിന്നുള്ള വിമോചനമാണ്, വേറൊരു നിലക്ക് പറഞ്ഞാൽ ത്വാഗൂത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള കാഴ്ചപ്പാട്. അധികാരമുള്ളവൻ എല്ലായ്പ്പോഴും സ്വതന്ത്രനായിരിക്കണം എന്നില്ല. അതേസമയം ഒന്നുമില്ലാത്തവൻ പോലും അധികാരത്തോട് നീ എന്റെ സൂര്യന് മുന്നിൽ നിൽക്കരുത് എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഡയോജനീസ് അതാണ് പറഞ്ഞത്, എനിക്കും സൂര്യനും ഇടയിൽ നീ കയറി നിൽക്കരുത് എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ പറയുന്നിടത്താണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യമുള്ളത് എന്ന് തിരിച്ചറിയേണ്ടതാണ്. നമ്മൾ മഹത്തായ ഡെമോക്രസിയെ കുറിച്ചൊക്കെ വലിയ പ്രബന്ധങ്ങൾ എഴുതിയിട്ട് കാര്യമൊന്നുമില്ല. ഭരിക്കുന്നയാളുടെ മുന്നിൽ നിന്നിട്ട് എന്റെ സൂര്യന്റെയും എന്റെയും നടുവിൽ നീ കയറി നിൽക്കരുത്, ഒന്ന് മാറി നിൽക്കണം, വേറെന്തോ നിന്റെ അടുത്ത് നിനക്ക് കിട്ടേണ്ടില്ല എന്ന് പറയാൻ ഒരാൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകുമ്പോൾ അതിനെയാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം എന്ന് പറയുക എന്ന് മനസ്സിലാക്കേണ്ടതാണ്.
വലിയൊരു കൊളോണിയൽ ശക്തിക്കെതിരെ അതിശക്തമായ പോരാട്ടം നടത്തിയിട്ടാണ് നമ്മുടെ നേതാക്കൾ സ്വതന്ത്ര ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചിട്ടുള്ളത് എന്നതും നമ്മൾ ഓർമ്മിക്കണം. അവിടെയും ഒരു കൂട്ടായ്മയുടെ ചരിത്രം രൂപപ്പെട്ടിട്ടുണ്ട്. പരസ്പര വിദ്വേഷം വെച്ച് പുലർത്തിക്കൊണ്ട് ആർക്കും ഒന്നും നേടാനാവില്ല. വളരെ കൃത്യമായിട്ട് കൂട്ടായ്മയുടെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ലോകത്ത് മനുഷ്യർക്കിടയിലുള്ള പ്ലൂരാലിറ്റിയുടെ, ഡൈവേഴ്സിറ്റിയുടെ ഒരു യഥാർത്ഥ മാതൃകയാണ് ഇന്ത്യ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കപ്പെടുന്ന രാജ്യങ്ങളിൽ ഒന്ന്, ഏറ്റവും കൂടുതൽ ഗോത്രവർഗങ്ങളുള്ള രാജ്യങ്ങളിൽ ഒന്ന്, ഏറ്റവും കൂടുതൽ മതവിശ്വാസങ്ങളുള്ള രാജ്യങ്ങളിൽ ഒന്ന് എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും ഇതിൽ ഓരോന്നും എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇൻഡെക്സിൽ ആദ്യത്തെ 10 എന്തായാലും ഇന്ത്യയുടെ പേരുണ്ടാവും. അപ്പോൾ അത്രമേൽ പ്ലൂരാലിറ്റിയുടെയും ബഹുസ്വരതയുടെയും ഒപ്പം തന്നെ സഹവർത്തിത്വത്തിന്റെയും ഒരടയാളമായിട്ട് നിൽക്കുന്ന ഇന്ത്യ പരസ്പര വിദ്വേഷത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് അസ്വാതന്ത്ര്യത്തിലേക്കാണ് നയിക്കുക എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാവുന്നത്. എന്തായാലും ഡയോജനീസിന്റെ ഭാഷ്യത്തിൽ സൂര്യനും എനിക്കും ഇടയിൽ അധികാരിയുടെ മറവുണ്ടാകാതിരിക്കുക. അലക്സാണ്ടറാണ് പറയുന്നത്, ചോദിക്കുന്നത്. അലക്സാണ്ടർ അധികാരിയാണ്. എനിക്കും എന്റെ സൂര്യനുമിടയിൽ അധികാരിയുടെ പവറിന്റെ, താഹൂത്തിന്റെ മറ സൃഷ്ടിക്കപ്പെടാതിരിക്കുക എന്നുള്ളതാണ് ഡയോജനീസ് പ്രഖ്യാപിച്ചിട്ടുള്ള സ്വാതന്ത്ര്യം. അദ്ദേഹം ഡിഫൈൻ ചെയ്യുന്നത് അങ്ങനെയാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. ഇനി നമ്മൾ ഇത് പറഞ്ഞിട്ട് അസ്ഹാബുൽ കഹ്ഫിന്റെ കഥയിലേക്ക് വന്നാൽ, അസ്ഹാബുൽ കഹ്ഫും യഥാർത്ഥത്തിൽ ഈ ടിറണിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് മുന്നോട്ട് പോയത് എന്ന് കാണാൻ കഴിയും. അതിലേക്ക് നമുക്ക് പോകാം ഇൻഷാ അല്ലാഹ്. ഇവിടെ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ സൺലൈറ്റ് ആണ്. സൂര്യനും അസ്ഹാബുൽ കഹ്ഫും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ച് ഖുർആനിൽ ഒരു പരാമർശമുണ്ട്. അതാണ് ഇവിടെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ചത്. വതറ ശംസ, നീ സൂര്യനെ നോക്കുമ്പോൾ, ഇദാ തലഅത് തസാവറു അൻ കഹ്ഫിഹിം ദാത്തൽ യമീൻ, അത് ഉദിക്കുന്ന സമയത്തുണ്ടല്ലോ, ഉദിക്കുന്ന സമയത്ത് ഈ അസ്ഹാബുൽ കഹ്ഫിന്റെ വലത്തോട്ട് അല്പം മാറിയിട്ടാണ് അത് ഉദിക്കുക. അതേസമയം തന്നെ ഇദാ ഖറബത് തഖ്രിഹുഹും ദാത്ത ശിമാൽ, അത് അസ്തമിക്കുന്ന സമയത്ത് ഒരല്പം തെറ്റിയിട്ട് ഇടത്തോട്ടേക്ക് പോയിട്ട് അസ്തമിക്കുന്നു. അങ്ങനെയാണ് അവരുടെ കിടപ്പ് എന്നാണ്. ഇത് വെച്ചിട്ട് ഗുഹാമുഖം വടക്കോട്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അതെന്തോ ആവട്ടെ, ഗുഹാമുഖം വടക്കോട്ടോ തെക്കോട്ടോ എന്നുള്ളതല്ല വിഷയം. അതിനപ്പുറം അതിന് സൂര്യന്റെ വെളിച്ചം അതിന് കൃത്യമായി കിട്ടുകയും എന്നാൽ വെയിൽ കൊണ്ട് അസ്വസ്ഥരാവാതിരിക്കുകയും ചെയ്യുന്ന സ്വഭാവത്തിലുള്ള വളരെ ശാന്തമായിട്ടുള്ള ഉറക്കം. ആ ഉറക്കം എങ്ങനെയാണ് ക്രിയേറ്റീവ് ആകുന്നത് എന്ന് കഴിഞ്ഞ ഹുത്തുബയിൽ പറഞ്ഞിരുന്നു. അത് റിപ്പ് വാൻ വിങ്കിളിന്റെ ഉറക്കവുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തിയിരുന്നു. ആ ഒരു പാസീവ് സ്ലീപ്പ്, ഒരു എസ്കേപ്പിസം എന്ന് പറയാവുന്ന റിപ്പ് വാൻ വിങ്കിളിന്റെ ഉറക്കവും അതേസമയം തന്നെ ഉറക്കത്തിലും ആക്റ്റീവ് ആയിരിക്കുന്ന അസ്ഹാബുൽ കഹ്ഫിനെയും ഒക്കെ നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ താരതമ്യം ചെയ്തിരുന്നു ഓർക്കുക. അപ്പോൾ അവരുടെ ആ നിദ്രക്ക് ഭംഗം വരാത്ത വിധത്തിലാണ് സൂര്യൻ പോലും എന്ന് പറയുമ്പോൾ അവർക്ക് മാത്രമല്ല, അവർക്ക് വലിയ തണലും വിശാലതയും കിട്ടുന്നുണ്ട്. വഹും ഫീ ഫജ്വത്തിൻ മിൻഹു, ഗുഹയിൽ അവർ വളരെ വിശാലമായ സ്ഥലത്ത്. ഗുഹയിൽ എന്ത് വിശാലതയാണ് നമ്മൾ ആലോചിച്ച് നോക്കണം. ഗുഹയിൽ എന്ത് വിശാലതയാണ്. പക്ഷെ അവര് വിശാലത എന്ന് പറയുന്നത് ഓരോരുത്തരുടെ മാനസികമായ കാഴ്ചപ്പാടല്ലേ. നേരത്തെ സൂചിപ്പിച്ചു, ഒരു വീപ്പക്കകത്ത് താമസിക്കുന്ന ഡയോജനീസ് അനുഭവിക്കുന്ന മനസ്സുഖമുണ്ടല്ലോ, അതൊരിക്കലും ജീവിതത്തിൽ അനുഭവിക്കാൻ അലക്സാണ്ടർ ചക്രവർത്തിക്ക് സാധിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയുമുണ്ട് കഥ, അങ്ങനെയുമുണ്ട് കഥ. ഒരു കുത്തേറ്റ് മരിക്കാൻ നേരത്തെ അലക്സാണ്ടർ പറഞ്ഞിരുന്നത്രേ, മഹാനായ ഡയോജനീസ് വിജയിച്ചിരിക്കുന്നു, അലക്സാണ്ടർ പരാജയപ്പെട്ടിരിക്കുന്നു. മഹാനായ ഡയോജനീസ് വീപ്പക്കകത്ത് താമസിക്കുന്ന, ഒരു യുദ്ധം ഉണ്ടാക്കിയിട്ടില്ലാത്ത, ഒരാളെയും കൊന്നിട്ടില്ലാത്ത, ഒരാളുടെയും പതനത്തിന് കാരണമായിട്ടില്ലാത്ത ഡയോജനീസ് വിജയിച്ചിരിക്കുന്നു, അലക്സാണ്ടർ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ അലക്സാണ്ടർ തന്നെ, ആ കഥ ശരിയാണെങ്കിൽ അലക്സാണ്ടർ തന്നെ അയാളുടെ ജീവിതത്തെ തന്നെ ഇയാളുടെ സ്വാർത്ഥ താല്പര്യങ്ങളും ഡയോജനീസിന്റെ തത്വങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലായിട്ട് കണ്ടു എന്നുള്ളതാണ്. അവിടെ ഇന്നലൊക്കെ ചിന്തിക്കുമ്പോൾ ഇവർ അനുഭവിക്കുന്ന വിശാലത, അത് അനുഭവത്തിന്റെ വിശാലതയാണ് എന്ന് കാണും. ഇവിടെ നമ്മൾ വേറൊന്നുകൂടി മനസ്സിലാക്കണം. ഈ അസ്ഹാബുൽ കഹ്ഫിനെ സംരക്ഷിക്കുന്ന ഒരു കോസ്മിക് ഓർഡർ പ്രവർത്തിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞു, കൽബുഹും ബാസിത്തുൻ ദിറാഇഹി ബിൽ വസീ, അവരുടെ നായ ഇങ്ങനെ 2 കൈയും നീട്ടിയിട്ട് ജാഗ്രതയോടുകൂടി ഉറങ്ങണേ. പക്ഷെ കാണുമ്പോൾ ഉറങ്ങാണെന്ന് തോന്നൂല, പേടിച്ചു പോകുന്നതാണ്. കാണുന്ന ഒരാൾക്ക് ഉറങ്ങുകയാണെന്ന് തോന്നാത്ത വിധത്തിൽ വളരെ ജാഗ്രതായി ഉണർന്നിരിക്കുന്ന സ്വഭാവത്തിൽ ഒരു ജടാഘടിയൻ നായ ഗുഹാമുഖത്ത് അങ്ങനെ നിൽക്കുന്നുണ്ട്. ആ നായ, ആ തിര്യഗണം, മൃഗങ്ങളുടെ, ജന്തുക്കളുടെ ആ ഗണം ഇവർക്ക് നൽകിയിട്ടുള്ള ഒരു സപ്പോർട്ട് ഉണ്ട്. ഇതുപോലെ ആ പ്രകൃതി തന്നെ
സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു, അതിന്റെ വെളിച്ചം കൃത്യമായിട്ട് അവർക്ക് കിട്ടുന്നു. പക്ഷെ ആ വെയിൽ ഒരിക്കലും തന്നെ അവരുടെ നിദ്രയെ ഭംഗപ്പെടുത്തുന്നില്ല എന്നുള്ള സ്വഭാവത്തിൽ വിവരിക്കുമ്പോൾ ഇതിനെ നമ്മൾ അങ്ങോട്ട് അലിഗോറിക്കലായിട്ട് വായിക്കുകയാണെങ്കിൽ എന്തൊക്കെ സാധ്യതകളാണെന്നറിയാം. വളരെ വലിയ അനുഭവങ്ങൾ ഉണ്ടാക്കുന്ന സ്വഭാവത്തിലാണ് ഖുർആൻ ഓരോന്നും വിശദീകരിക്കുന്നത് എന്ന് കാണണം. അപ്പോൾ ഇവര് രാജാവിന്റെ ദെസ്യൂസിന്റെ പാരതന്ത്ര്യത്തിന്റെ ഓർഡർ ഉപേക്ഷിച്ചിട്ട് ഒരു കോസ്മിക് ഓർഡറിലേക്ക്, ഇവിടെ സ്വാതന്ത്ര്യത്തിന്റെ അർത്ഥത്തിന് അങ്ങനെയും കൂടി ഒരു മാനം നമുക്ക് കാണാൻ സാധിക്കും. ദെസ്യൂസിന്റെ കീഴിൽ അവർക്ക് യാതൊരു തരത്തിലുള്ള പൊളിറ്റിക്കൽ ഫ്രീഡം അവർക്കില്ലായിരുന്നു എന്നാണല്ലോ നമ്മൾ സാധാരണ പറയാം. പൊളിറ്റിക്കൽ ഫ്രീഡം ഇല്ലായിരുന്നു എന്ന് വെച്ചാൽ സ്വന്തം ബോധ്യങ്ങൾ പുലർത്താൻ അവർക്ക് അവകാശമില്ലായിരുന്നു. ആ ബോധ്യത്തിന്റെ ആധാരത്തിലുള്ള മൂല്യങ്ങൾ പാലിക്കാൻ അവർക്ക് പറ്റില്ലായിരുന്നു. ആ മൂല്യങ്ങൾ നിലനിർത്തുന്ന ആചാരങ്ങളെ പുലർത്താനും അവർക്ക് അനുവാദമില്ലായിരുന്നു. ഇങ്ങനെയുള്ള ഒരു പാരതന്ത്ര്യത്തിൽ നിന്നാണ് അവർ മുന്നോട്ട് പോകുന്നത്. മാത്രവുമല്ല, ഇവിടെ ഈ അധികാരവും പോരാളികളും തമ്മിലുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം അത് റബ്ബ് എന്ന പ്രശ്നമാണ് എന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ടല്ലോ. ഖുർആൻ ദുരധികാരത്തിന്റെ ഒരു ജീനിയോളജി അവതരിപ്പിക്കുന്നുണ്ട്, അത് നമുക്ക് പിന്നെ നോക്കാം. അപ്പൊ എന്താണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം? റബ്ബ് എന്നതാണ്. കാരണം ഫിറഔൻ അന റബ്ബുക്കുമുൽ അഅ്ല എന്നാണ് പറഞ്ഞത്. നമ്രൂദിനെ സംബന്ധിച്ച് പറയുമ്പോൾ അലം തറ ഇലല്ലദി ഹാജ ഇബ്രാഹിമ ഫീ റബ്ബിഹി, റബ്ബാരാണ് എന്നതിനെ കുറിച്ച് തർക്കിച്ചിട്ടുള്ള, ഞാനാണ് റബ്ബ് എന്ന് രാജാവ് പറയുമ്പോൾ എന്റെ അധികാരമാണ് അൾട്ടിമേറ്റ്, അതാണ് റൈറ്റ്, അതാണ് സത്യം, അതാണ് ശരി എന്നുള്ള ഇയാളുടെ വാദത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് എന്ന് കാണാൻ കഴിയും. അത് തന്നെയാണ് ഫറോവയും പറയുന്നത് അന റബ്ബുക്കുമുൽ അഅ്ല എന്ന് പറയുമ്പോൾ. അപ്പൊ പ്രശ്നം എന്താണ്? റബ്ബ് എന്നതാണ്. ആ പ്രശ്നത്തിന്റെ പേരിലാണ് എക്കാലത്തെയും സ്വേച്ഛാധിപതികളുടെ മുദ്രാവാക്യമാണ്. ഇതിനെ എങ്ങനെയാണ് ഈ ചെറുപ്പക്കാർ, ഇന്നഹും ഫിത്യത്തുൻ, ഈ ചെറുപ്പക്കാർ ഈ അവകാശവാദത്തെ, ദെസ്യൂസും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാകാം, എനിക്കാണ് അധികാരം എന്ന് പറയുമ്പോൾ അതിനെ റദ്ദ് ചെയ്യുന്നത് എങ്ങനെയാണ്? റബ്ബുന റബ്ബു സമാവാതി വൽ അർദ്, ഞങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞാൽ ആകാശഭൂമികളുടെ റബ്ബാ, പ്രപഞ്ചത്തിന്റെ റബ്ബ്. അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. രാജാവിന്റെ ഒരു ഓർഡറിൽ നിന്ന്, ഏകാധിപത്യപരമായ ഓർഡറിൽ നിന്ന് അവരൊരു കോസ്മിക് ഓർഡറിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ സൂര്യനും ചന്ദ്രനും ഈ ആളുകളും ഒക്കെ പരസ്പരം സഹവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. പരസ്പരം സഹവർത്തിച്ചുകൊണ്ട് അവർക്കിടയിൽ ഒരു മെറ്റബോളിക് റിലേഷൻഷിപ്പ് ഉണ്ടാവും. അവർക്കിടയിൽ മനുഷ്യന് പ്രകൃതിയോടുള്ള, മാർക്സിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ മനുഷ്യന് പ്രകൃതിയോടുള്ള റിലേഷൻ എന്ന് പറയുന്നതും മെറ്റബോളിസമാണ്, സോഷ്യൽ മെറ്റബോളിസം എന്നാണ് അദ്ദേഹം പറയുന്നത്. സോഷ്യൽ മെറ്റബോളിസം. അങ്ങനെ ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അതൊരു ഡിവൈൻ ഓർഡറാണ്. അങ്ങനെ ഒരു ദൈവികമായ ക്രമത്തിലേക്കാണ് അവർ പോകുന്നത് എന്ന് കാണാൻ സാധിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും റബ്ബ്, റുബൂബിയത്ത് എനിക്കാണ് എന്നുള്ള അവകാശവാദത്തെ അവർ റദ്ദ് ചെയ്യുകയാണ്. റബ്ബുന റബ്ബുസ് സമാവാതി വൽ അർദ്, ഞാൻ ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമാണ് എന്ന് നമ്രൂദ് പറഞ്ഞപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതും അത് തന്നെയാണല്ലോ. റബ്ബിയല്ലദീ, എന്റെ റബ്ബ് എന്ന് പറഞ്ഞാൽ സൂര്യനെ കിഴക്ക് നിന്ന് ഉദിപ്പിക്കുന്നു. ഫഅ്തി ബിഹാ മിനൽ മഗ്രിബ്, എന്നാ പിന്നെ നീ അതിനെ പടിഞ്ഞാറ് നിന്ന് കൊണ്ടുപോവാ. എന്റെ റബ്ബ് എന്ന് പറഞ്ഞാൽ സൂര്യനെ കിഴക്ക് നിന്ന് കൊണ്ടുവരുന്നു, നീ അതിനെ പടിഞ്ഞാറ് നിന്ന് കൊണ്ടുപോവാ എന്ന് പറഞ്ഞപ്പോ ഫബുഹിത്തല്ലദീ കഫർ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. പിന്നെ അയാൾക്കൊന്നും പറയാൻ കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇയാളുടെ ഈ അവകാശവാദത്തെ, ആ ഒരു രാജ്യം, അധികാരം, അതിൽ ഒതുങ്ങുന്ന ഈ അവകാശവാദത്തെ വലിയൊരു കോസ്മിക് ഓർഡറിനെ സംബന്ധിച്ച് അതിലുള്ള നിയമക്രമത്തെ മുന്നോട്ട് വെച്ചുകൊണ്ട് റദ്ദ് ചെയ്യുകയാണ് ഇവരൊക്കെ ചെയ്യുന്നത് എന്ന് കാണാൻ കഴിയും. ഇനി ഇവരുടെ യാത്രയെ സംബന്ധിച്ച് ചിന്തിച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞത് എസ്കേപ്പ് അല്ല, അതൊരു നിരാസമാണ്. അതുകൊണ്ടാണ് അതൊരു പ്രഖ്യാപന രൂപത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അവർ ഇത് കാമു, എഴുന്നേറ്റ് നിന്നു എന്ന് പറഞ്ഞാൽ ഒരു സംഗതിക്ക് വേണ്ടി റെഡി ആയിട്ട് അങ്ങോട്ട് നിന്നു. ഇത് കാമു എന്നിട്ട് പ്രഖ്യാപിച്ചു. ഫക്കാലു, അധികാരിയുടെ സവർണിറ്റിയെ കോസ്മോളജിക്കൽ സവർണിറ്റി കൊണ്ട് ക്യാൻസൽ ചെയ്യുന്നു. അതാണ് റബ്ബുന റബ്ബു സമാവാതി വൽ അർദ്. ഈ അധികാരിയുടെ ദെസ്യൂസിന്റെ സവർണിറ്റിയെ കോസ്മോളജിക്കൽ സവർണിറ്റി കൊണ്ട് ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്യുന്നത് എന്ന് കാണാൻ സാധിക്കും. അപ്പൊ ഇത്രമേൽ വിപ്ലവകരമായിട്ട് സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു യാത്രയാണ് യഥാർത്ഥത്തിൽ അസ്ഹാബുൽ കഹ്ഫ് നടത്തുന്നത് എന്ന് ചിന്തിക്കാൻ സാധിക്കും. നമ്മുടെ ഈ ഖുർആൻ പറയുന്ന അധികാരത്തിന്റെ ആ ചരിത്രം, ഒരു ഖുർആനിക് ജീനിയോളജിയെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, അത് പരിശോധിച്ചു കഴിഞ്ഞാലും ഈ റബ്ബ് എന്ന് പറയുന്നത് തന്നെയാണ് എല്ലാവരുടെയും പ്രശ്നം. അത് ഏത് ഘട്ടത്തിൽ അത് രൂപപ്പെട്ടിട്ടുണ്ടോ അത് മുതൽക്കാണ് സമൂഹം വഴികേടിലേക്ക് പോയി തുടങ്ങിയത്. അപ്പോഴാണ് അവർക്കിടയിൽ വംശീയതയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. തെറ്റ് ചെയ്യുന്ന മനുഷ്യരുണ്ടാകും, തിരുത്തുന്ന മനുഷ്യരും ഉണ്ടാവും. അങ്ങനെ പരസ്പരം സഹവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നിടത്ത് ഈ പറയുന്ന ഒരു മേലാളക്രമം രൂപപ്പെടുമ്പോഴാണ് തെറ്റുകൾ, തിന്മകൾ സംസ്കാരമായി മാറുന്നത് എന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. ഇപ്പൊ ലൂത്ത് നബി അലൈഹി സ്വലാമയുടെ ചരിത്രം പറയുമ്പോൾ
ആ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ദോഷമായിട്ട്, തെറ്റായിട്ട്, തിന്മയായിട്ട് ഖുർആൻ പറയുന്നത് ഈ പറയുന്ന സ്വവർഗരതിയാണ്. പക്ഷേ ഈ സ്വവർഗരതി എന്ന് പറയുമ്പോൾ പിന്നെ പുരുഷന്മാരുടെ സ്വവർഗരതിയെ കുറിച്ച് മാത്രമേ ഖുർആൻ പറയുന്നു. അവരുടെ പ്രശ്നം അതാണ്. ഇന്നക്കും ലതഅ്തൂന റിജാല ശഹവത്തൻ മിൻ ദൂനിൻ നിസാ, സ്ത്രീകളെ ഒഴിവാക്കിയിട്ട് പുരുഷന്മാരെ സമീപിക്കുന്നു എന്ന് ഖുർആൻ വളരെ കൃത്യമായിട്ട് പറയുന്നു. അതേസമയം ഈ ആളുകളെ ഈ പറയുന്ന ഒരു സംസ്കാരത്തിന്റെ ദൂഷ്യങ്ങളെ സംബന്ധിച്ച് ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം ഉത്ബോധിപ്പിക്കുമ്പോൾ ലൂത്തിനെതിരായിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ നിൽക്കുന്നതായിട്ട് ഖുർആൻ പറയുന്നുണ്ട്. കേവലം ഈ ഒരു സ്വവർഗരതിയായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണെങ്കിൽ ഭാര്യക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. കാരണം അങ്ങനെ ഒരു സമ്പ്രദായം അവിടെ നടപ്പിൽ വന്നിട്ടില്ല. നമ്മൾ ഈ സാധാരണ ലെസ്ബിയനിസം എന്നൊക്കെ പറയുന്ന ഒരു ഏർപ്പാട് അവിടെ വന്നിട്ടില്ല, നിലവിൽ വന്നിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യക്ക് എന്തിന്റെ പ്രശ്നമാണ്? ഇവിടെ ഒരു സൊസൈറ്റിയുടെ കൾച്ചറായിട്ട് അത് മാറുന്നു. ഒരു സൊസൈറ്റിയുടെ കൾച്ചറായിട്ട് മാറുന്നു, അത് അതിന്റെ ട്രഡീഷനായിട്ട് മാറുന്നു, അതിന്റെ പാരമ്പര്യമായിട്ട് മാറുന്നു, അതിന്റെ സംസ്കാരം, അതിന്റെ ഒരു യാഥാസ്ഥിതിക നിലപാടായിട്ട് മാറുന്നു. അതിന്റെ കൂടെ ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യ നിൽക്കുന്നു എന്നാണല്ലോ ഖുർആൻ പറയുന്നത്. അവിടെ ഇങ്ങനെയാണ്. അപ്പൊ ഖുർആനിൽ ആ ഒരു ജീനിയോളജിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ അധികാരം രംഗത്ത് വരുമ്പോഴാണ് തെറ്റുകൾ, തിന്മകൾ സമൂഹത്തിന്റെ സംസ്കാരമായി മാറുന്നത് എന്ന് മനസ്സിലാക്കണം. ഖൗമ നൂഹിന്റെ ആ ഒരു പാരമ്പര്യത്തിൽ ഒന്നാമതായിട്ട് വരുന്നതാണ്. ഖൗമ നൂഹിലെ അവരുടെ ആർഗ്യുമെന്റ് എന്താണ്? അവരുടെ ആർഗ്യുമെന്റ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നിന്നെ പിന്തുടരുന്നവര് രണ്ട് സ്വഭാവമുള്ളവരാണ്. ഒന്ന്, അവർ അറാദിലാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ ക്ലാസ് ഹൈറാർക്കിയിൽ അവർ താഴെ നിൽക്കുന്നവരാണ്. അവരടിച്ചമർത്തപ്പെട്ടവരാണ്, പ്രോലിറ്റേറിയറ്റാണ്, അതുപോലെ തന്നെ ഒപ്രസ്ഡ് കാസ്റ്റ് ആണ്, അവർണരാണ്, ശൂദ്രരാണ്. ഈ ആളുകളാണ് നീ പറയുന്നത് സമ്മതിച്ചുകൊണ്ട് നിന്റെ കൂടെ വരുന്നതായിട്ട് കാണുന്നത്. നമ്പർ 1. നമ്പർ 2, ബാദിയർ, വീണ്ടു വിചാരമില്ലാത്തവരാണ്, അറിവില്ലാത്തവരാണ്. ഇവിടെ യഥാർത്ഥത്തിൽ പിന്നെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു പവർ മാത്രമല്ല, മറിച്ച് എപ്പിസ്റ്റമോളജിക്കൽ പവർ, ജ്ഞാനശാസ്ത്രപരമായിട്ടുള്ള ഒരു അധികാരം കൂടി രൂപപ്പെടുന്നുണ്ട്. അതും കൂടി കയ്യിലെടുക്കുകയാണ്. കാരണം ഞങ്ങൾ പറയുന്നതാണ് ജ്ഞാനം എന്നതുകൊണ്ടാണല്ലോ മറ്റവര് അറിവില്ലാത്തവരായി മാറിയത്. അതും കൂടിയാണ്. അല്ലാതെ അക്ഷരം അറിയാത്തതുകൊണ്ട് മാത്രമൊന്നുമല്ല. അക്ഷരം അറിയാത്തതുകൊണ്ടോ സ്കൂളിൽ പോകാത്തതുകൊണ്ടോ മാത്രമല്ല. സ്കൂള് വെറും സ്വപ്നം പോലും അല്ലാതിരുന്ന ഒരു വലിയ ജാതീയമായ കാലം ഇന്ത്യയിൽ കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ. ഇപ്പോഴും പലയിടത്തുമൊക്കെ നിലനിൽക്കുന്നുണ്ട്. പലയിടത്തും അത്തരം അസ്പൃശ്യതകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരി അവരുടെ സംസ്കാരം, അവരുടെ അറിവ്, അവരുടെ പാരമ്പര്യം എന്ന് പറയുന്നതൊക്കെ അധകൃതമാണ്, അധമമാണ് എന്നുള്ളൊരു ധാരണ, ആ ധാരണ ഈ പറയുന്ന ഈ ജ്ഞാനശാസ്ത്രപരമായിട്ടുള്ള മേധാവിത്വം സൃഷ്ടിക്കുന്നതാണ് എന്ന് കാണും. അങ്ങനെ ഒരു മേധാവിത്വത്തിൽ തുടങ്ങിയിട്ട് പിന്നെ ആദ്യ സമൂഹത്തെ കുറിച്ച് പറയുമ്പോൾ വൈദാ ബതസ്തും ജബ്ബാരീൻ, ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ അക്രമികളായിക്കൊണ്ടാണ് നിങ്ങൾ ഇറങ്ങിച്ചെല്ലുന്നത്. ആ അക്രമം എന്ന് പറയുന്നത് ഇവരുടെ അധികാരം സ്ഥാപിക്കുവാനുള്ള ഒരു മാർഗമായിട്ട് വിശുദ്ധ ഖുർആൻ അടയാളപ്പെടുന്നു. അതും കഴിഞ്ഞിട്ട് പിന്നെ ഒരു രാജവാഴ്ചയൊക്കെ വരുമ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് നമ്രൂദിനെയാണ്. നമ്രൂദിനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞു, ആ നമ്രൂദ് ജനിമൃതികളുടെ തമ്പുരാനാണ് ഞാൻ എന്ന് സ്വയം അവകാശപ്പെട്ടല്ലോ. അനൗഹീവ ഉമീസ്, ഞാൻ ജനിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അതാണ്. ഈ വാദത്തെയും കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ് വെച്ചിട്ട് തന്നെയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം റദ്ദ് ചെയ്യുന്നത്. വീണ്ടും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫറോവയെ കണ്ടുമുട്ടുമ്പോഴാണ് അന റബ്ബുക്കുമുൽ അഅല. അപ്പൊ ഈ ഒരു പാരമ്പര്യത്തിലുള്ള ആളുകളാണ് തുടർന്നു വരുന്ന എല്ലാ അധികാരികളും എന്ന് കാണണം. ഈ ദസ്യൂസും അതിൽപ്പെട്ടതാണ്. അസ്ഹാബുൽ കഹ്ഫിന്റെ കാലത്തുള്ള ദസ്യൂസും അതിൽപ്പെട്ടതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അധികാരങ്ങൾക്കെതിരായിട്ടുള്ള ഒരു വലിയ കലാപമായിട്ട് അതിനെ നമുക്ക് വായിക്കാൻ സാധിക്കും. അങ്ങനെയാണ് അതിനെ വായിക്കേണ്ടത്. അതൊരു ശരിയായിട്ടുള്ള സ്വാതന്ത്ര്യത്തിലേക്കുള്ള, ശരിയായ സഹവർത്തിത്വത്തിലേക്കുള്ള, ശരിയായ തിരിച്ചറിവിലേക്കുള്ള ക്ഷണമാണ് എന്ന് തന്നെ കാണണം. ഇനി വേറൊരു സംഗതി കൂടി സൂചിപ്പിക്കട്ടെ, അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് പോകാം. അത് സൂചിപ്പിക്കാനുള്ള നേരത്തെ പറഞ്ഞതാണ്. ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ എന്ന് പറയുന്നത് ഒരു ആയത്തിന്റെ പകുതിയാണ്. അതിന്റെ ഒരു സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ അതിൽ 3 സംഗതികളാണ് വരുന്നത്. ഒന്ന്, അവരുടെ ഐഡന്റിറ്റി. ആരായിരുന്നു അവർ? ഇന്നഹും ഫിത്യത്തുൻ, അവരുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് യൂത്താണ്, അവർ യുവജനങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തത് അവരുടെ ഒരു ഡിഫൈനിങ് ആക്ഷൻ ആണ്, അതായത് യൂത്തിനെ തന്നെ നിർവചിക്കുന്ന സ്വഭാവത്തിലുള്ള അവരുടെ പ്രവർത്തനങ്ങളാണ്. അതെന്തായിരുന്നു? ആമനൂ ബിറബ്ബിഹിം, അത് ചോയ്സിനെ സൂചിപ്പിക്കുന്നതാണ്. അവർ അവരുടെ റബ്ബിനെ സംബന്ധിച്ച് ബോധ്യമുള്ളവരായി മാറി.
മൂന്നാമത്തത് അതിന്റെ ഒരു അവരാ നിലപാട് സ്വീകരിച്ചത് കൊണ്ടുണ്ടായിട്ടുള്ള ഒരു ഡിവൈൻ റെസ്പോൺസ് ആണ്. അതാണ് വസിദ്നാഹും ഹുദ. ഈ മൂന്ന് കാര്യങ്ങൾ, അവരുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഫിത്തിയയാണ്, ചോയ്സ് എന്ന് പറയുന്നത് ഈമാനാണ്, ഡിറക്ഷൻ എന്ന് പറയുന്നത് ഹിദായത്താണ്. ഇങ്ങനൊരു ക്രമം വളരെ കൃത്യമായിട്ട് വിശുദ്ധ ഖുർആൻ അതിൽ സൃഷ്ടിക്കുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകണം. ഇവിടെ യൂത്ത്, ഫെയ്ത്ത്, പാത്ത് എന്ന് പറയുന്ന ഒരു ട്രയാഡ് രൂപപ്പെടും. അസ്ഹാബുൽ കഹ്ഫിന്റെ ജീവിതത്തിലുള്ള, അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രത്തിലുള്ള ഏറ്റവും വലിയ പാഠം അതാണ് എന്ന് മനസ്സിലാക്കണം. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പോകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ രീതിയിൽ ഇവരെയൊക്കെ മനസ്സിലാക്കി ഈ ആളുകളെ, ഈ മഹത്തുക്കളെയൊക്കെ ജീവിതത്തിൽ പിന്തുടരുവാനും അവരുടെ വഴി സ്വീകരിക്കുവാനുമുള്ള തൗഫീഖ്, അതിനുള്ള വലിയൊരു സൗഭാഗ്യം നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ.